എന്താ ഞാൻ പറഞ്ഞ കാര്യം? ഫുള്ള് സെറ്റാ. ഞാനൊരു വാക്ക് പറഞ്ഞോ നടത്തിയിരിക്കും. ഇതാരാ? ഇതാ ഞാൻ പറഞ്ഞ കൊച്ച്. നീ ഇവിടെ നിന്ന് വന്നേ. എടാ നിന്റെ അടുത്ത് ഞാനേ ജോലിക്ക് ഒരാളെ വിളിച്ചോണ്ടാണല്ലേ പറഞ്ഞേ. ജോലി വന്ന പെങ്കൊച്ചല്ലേ ഇത്? എടാ ഇതിനെയൊക്കെ വിളിച്ച് ജോലിക്ക് എടുത്തു കഴിഞ്ഞാലേ നാട്ടുകാരെന്തോ പറയും. കൂടുതൽ എന്താ പറയാ, ചോദിക്കുന്നിടത്ത് നീ കെട്ടിയെന്ന് പറ. എന്റെ വായിരിക്കുന്ന കേൾക്കൽ നീ എന്തോ പറയുന്നത്? ഞാൻ എത്ര ദിവസം കൊണ്ട് അപ്പോന്നറിയോ? ഇവിടെ തന്നെ കോളേജിൽ പോകുന്ന പിടിച്ചോണ്ട് വന്ന്. അല്ല, കോളേജ് കഴിഞ്ഞിട്ട് വന്ന് ജോലി എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയടുത്തൊന്ന് ചോദിക്കട്ടെ. എന്തോ പറ്റിയതാ അമ്മേ? അതോ പഴയ വീടിന്റെ തട്ടുംപുറത്തൊന്ന് കയറിയതാ. ഇപ്പോഴും തട്ടുംപുറമൊക്കെ ഉണ്ടോ? അവിടെ തൊണ്ടും ചിരട്ടയും തേങ്ങയൊക്കെ ഇടുന്നത്. ഒരു തേങ്ങ എടുക്കാൻ കയറിയതാ, സ്ലിപ്പായിഞ്ഞു വീണു. ഓ ആടോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോ? പോയി. ഒരു 1.5 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അല്ല, ഇതൊക്കെ ചോദിക്കാൻ മോളേതാ? അത് പിന്നെ അമ്മ, ഞാനിവിടെ ജോലിക്ക് വന്നയാ. അമ്മയടുത്ത് ചോദിക്കാൻ പറഞ്ഞു ഇവിടെ നിൽക്കണോ വേണ്ടിയെന്ന്. മോള് നിൽക്കുന്നെങ്കിൽ നിന്നോ. നിനക്ക് എന്തായാലും നല്ല ഭാവിയുണ്ട് കേട്ടോ. എന്തിനാണോ ബ്രോക്കർ ആവാൻ? നിനക്ക് എവിടെ നിന്നാണോ കൊണ്ടുവരുന്നത്? അമ്മ നിൽക്കാൻ പറഞ്ഞു. നീ അവക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? ശമ്പളം എന്താണോന്ന് ചോദിക്കും. ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് പറ്റും. അമ്മ കോളേജിൽ പോകുന്ന കൊച്ചില്ലേ, നിർത്തണോ? 2 ആഴ്ചത്തെ കാര്യല്ലേ ഉള്ളു. പിന്നെ ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചപ്പോ എന്തോ പരിചയം പോലെ തോന്നുന്നു. അവൾ അതിന് മുന്നേ കയ്യിലെടുത്തോ? ഇയാളാ വിഷയമൊന്നുമില്ല, 15,000 രൂപയുള്ളൂ. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള വന്ന് ചെയ്യട്ടെ. എടാ 2 ആഴ്ച നിൽക്കുന്നതിന് 15,000 രൂപയോ? അത് അവക്ക് തോന്നുമ്പോൾ ഒന്ന് ചെയ്യുന്നേനാ. എടാ അവളായോണ്ട് ഇത്രയും കൊടുത്താല് വേറെ ആരെങ്കിലും 1-2 ആഴ്ച നിൽക്കുന്നതിന് 1 മാസം സാലറി കൊടുക്കണം. പിന്നെ PF ഗ്രാറ്റിറ്റ്യൂഡ് വേറെ. ഗ്രാറ്റിറ്റ്യൂഡോ? എന്തായാലും നിന്റെ കമ്മീഷൻ കട്ടിയിട്ട് ഞാൻ കൊടുത്തോളാം. ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടായിരുന്നു, അതിലാവാൻ പൊക്കിയത്. നാളെ തൊട്ട് നിൽക്കണേ. ഇന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കൊണ്ടാക്കിയേക്ക്.